ദേശീയപാത 66-ൽ ചാവക്കാട് അത്താണിയിൽ അപ്രോച്ച് റോഡിലുണ്ടായ വിള്ളലിൽ നടപടി ആരംഭിച്ച നിർമ്മാണ ചുമതലയുള്ള കരാർ കമ്പനി. പ്രദേശത്തെ വെള്ളക്കെട്ടും നീളമേറിയ വിള്ളലും സമീപവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ദേശീയപാത 66 ചാവക്കാട് തിരുവത്ര അത്താണി അപ്രോച്ച് റോഡിലാണ് 50 മീറ്ററിലധികം നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. പ്രദേശത്തെ 2 യുവാക്കൾ നടക്കാനിറങ്ങിയപ്പോഴാണ് കോൺക്രീറ്റ് ഒലിച്ചിറങ്ങുന്നത് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രദേശത്ത് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതോടെ അധികൃതരെ അറിയിക്കുകയായിരുന്നു. ഒരു 6-6:30 നടക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ ജസ്റ്റ് വിള്ളൽ കാണാൻ സ്ഥിതിയായത്. ഏകദേശം ഒരു 50 മീറ്ററോളം ഇങ്ങനെ വിള്ളൽ വന്നിട്ടുണ്ട്. അതിന് മുകളിൽ ജസ്റ്റ് സിമെന്റ് ഇട്ടിട്ട് ജസ്റ്റ് കോട്ടിംഗ് എന്നുള്ള രീതിയിൽ മറച്ചിട്ടുള്ള രീതിയിലാണ് വിള്ളൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ജസ്റ്റ് കണ്ണിൽ പൊടിയിടാന്ന് പറയില്ലേ, ആ ഒരു രീതിയിലായിരുന്നു വിള്ളൽ അവർ ചെയ്തിട്ടുള്ളത്. TCBയിലൂടെയാണ് ഈ വാർത്ത ആദ്യം പുറത്തെത്തുന്നത്. പിന്നീട് അധികൃതർ ഇടപെട്ടു തുടങ്ങി. രാവിലെ പരിശോധനകൾ ആരംഭിച്ചു. ശിവാലയ കമ്പനിയാണ്. അവർ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി ഈ ക്രാക്ക് എത്രത്തോളം ആഴത്തിലേക്ക് പോയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചൊരു പരിശോധന നടത്തുന്നുണ്ട്. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ബിറ്റ്മൻ കോൺക്രീറ്റ് ഇടുന്ന എല്ലാ പ്രദേശത്തും ചില സ്ഥലങ്ങളിൽ മഴയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ചെറിയ ഇതേപോലുള്ള വിള്ളലുകൾ വരാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി കൊണ്ട് തന്നെയാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. 15 വർഷം അവർക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ മെയിൻ്റനൻസ് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരേറ്റവും ശ്രദ്ധാപൂർവം തന്നെയാണ് പണികൾ നടത്തുന്നത് എന്നാണ് നമ്മൾ ഇതിൻ്റെ കമ്പനിയുടെ അധികൃതരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത്. വലിയ രീതിയിലുള്ള ആശങ്കയാണ് സമീപവാസികൾ പങ്കുവെക്കുന്നത്. കാരണം മലപ്പുറത്ത് ദേശീയപാത നിർമ്മാണത്തിലിരിക്കെ സർവീസ് റോഡിലേക്ക് നിലം പതിച്ചത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത്തരത്തിൽ സമാനമായ രീതിയിലാണ് ഈ പ്രദേശത്തെയും സ്ഥിതി. സമീപ പ്രദേശത്ത് വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. ഭിത്തിയോട് ചേർന്നാണ് ഈ വിള്ളൽ കണ്ടെത്തിയത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ഇവിടെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ ഈ വിള്ളൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങളും ഒരുപാട് ആളുകളും ഒരുപാട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇത് ഈ രൂപത്തിൽ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടാൽ ഇത് അവസാന നിമിഷത്തിൽ കണ്ടാവും. ഇവരെ പണി തീർത്തിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിയർ ആക്കാന്നുള്ള രീതിയിൽ എന്താ പറയുക ചെയ്യുന്ന പോലെ തന്നെ തോന്നിയിട്ടുള്ളത്. കാരണം ഏകദേശം 1 സെൻറ്റിമീറ്റർ പോലും നമുക്ക് ഈ താറിൻ്റെ കട്ടി വരുന്നില്ല. ഇത് ഏറ്റവും ലോ ക്വാളിറ്റി എന്നുള്ള ബേസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ വർക്ക് കണ്ടിട്ടുള്ളത് തോന്നിയിട്ടുള്ളത്. ഇത് ഓപ്പണും കൂടി ആയിട്ടില്ല ഈ റോഡ്. ഇനി ഓപ്പൺ ആവുന്ന സമയത്ത് വലിയ ഹെവി വെഹിക്കിൾ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇതിനെക്കാട്ടി കൂടുതൽ വിള്ളൽ വരാനും ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അപകടം കണ്ടു കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമതും ഇതുപോലത്തെ ഒരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധികാരികൾക്ക് എത്തിക്കാമെന്നുള്ള രീതിയിൽ വീഡിയോ എടുത്തിട്ട് കാണിച്ചു കൊടുത്തത്. മാസങ്ങൾക്ക് മുൻപ് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലായും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിള്ളൽ കണ്ടെത്തിയത്. ഇതിന് സമാനമായി തന്നെയാണ് ഈ അപ്രോച്ച് റോഡിലും ഇപ്പോൾ വിള്ളൽ കണ്ടെത്തിയത്. വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കും മുമ്പേ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ദേശീയപാത നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അത്താണി അപ്രോച്ച് റോഡിലെ സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറാമാൻമാരായ സിബി പോട്ടൂരിനും ലിയോൺസിനും റിപ്പോർട്ടർ ഹാരിസ് ചാവക്കാടിനുമൊപ്പം അഭിജിത്ത് തലച്ചറ, TCB.